കൊടുങ്ങല്ലൂർ സീക്രട്ട് കഫേയിലാണ്. കഫേ എന്ന് പറയുമ്പോൾ ഒരുപാട് വലുതൊന്നല്ല, ചെറുതാണ്. പക്ഷെ ഫീൽ ഗുഡ് ആംബിയൻസ് ആണ്. അതുപോലെ തന്നെ വെറൈറ്റി സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ വെറൈറ്റി ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഇവരൊരു ചെറിയൊരു കഫേ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത്ര ഒരു സ്പേസ് ആണ് വരുന്നുള്ളൂ. ഒരു 5 ടേബിളിൻ്റെ ഒരു സ്പേസ്, 4 ടേബിളിൻ്റെ ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത് അകത്ത്. പക്ഷെ അത് നല്ല രസത്തിൽ നല്ല അടിപൊളി വുഡിൻ്റെ ഒരു സ്റ്റൈലിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ താഴെ ഫുള്ളിങ്ങനെ മണ്ണാണ് കേട്ടോ, ചെറിയ ചെറിയ കല്ലില്ലേ, അങ്ങനെ കല്ലിൻ്റെ ചെറിയ ചെറിയ മണ്ണുകൾ. അതുപോലെ തന്നെ ഇവരുടെ വാളും അതുപോലെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഉണ്ടക്കല്ലുകളൊക്കെ വെച്ചിട്ട് വാള് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഫുള്ളിങ്ങനെ വുഡാണ് കേട്ടോ, ഇങ്ങനെ ചെറിയ വുഡിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചെറിയൊരു ഏരിയ ആണെങ്കിൽ കൂടി നല്ല എന്താ പറയുക, ഭയങ്കര സ്പെഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കഫേയാണ് കേട്ടോ അത്. ദ സീക്രട്ട് 1947 സ്പോട്ട് വരുന്നത് കൊടുങ്ങല്ലൂർ വടക്കേ നടയിലാണ്. കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഞാനിന്ന് ഫുൾ വെജാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെജ് ഐറ്റംസ് ആണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ഒരു വെജ് ബർഗറാണ്. എനിക്കെന്ന് പറയുകയാണെങ്കിൽ നോർമൽ എല്ലായിടത്തും പോയിട്ട് സാൻഡ്വിച്ച് ബർഗേഴ്സൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതിൻ്റെ ആ ബെന്ന് ഭയങ്കര വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ വായിൽ വെക്കുമ്പോൾ ഒന്ന് കൊള്ളാത്ത പോലെ. പക്ഷേ ഇതെന്ന് പറയുകയാണെങ്കിൽ നല്ല ക്രിസ്പി ബെന്ന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വഫിൾസൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ, സ്പെഷ്യലായിരുന്നു. കാരണം അതുമേ ചെറിയ സാൾട്ടും അതുപോലെ തന്നെ പെപ്പറൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. മയോണൈസ് ഓൾസോ ഗുഡായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് ഈ ഒരു ബർഗറാണ്. സ്പെഷ്യലായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആണ് എങ്കിലും ഒരുപാട് ഐറ്റംസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം ഇവർ ഒരു റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് മൺഡേ ആണ് ഇതിൻ്റെ റീ ഓപ്പണിങ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് കുറച്ചധികം ഐറ്റംസൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് കൂൾ ഡ്രിങ്ക്സും അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡാണ് ഇവിടുന്ന് കിട്ടുക. മൺഡേക്ക് ശേഷം ഫുൾ ടൈം ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ്സും അവൈലബിൾ ആയിരിക്കും. കൂടുതലായിട്ട് വരിക ഗ്രിൽഡ്, അതുപോലെ തന്നെ കല്ലിൽ ചുട്ട ചിക്കൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് വരുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കുറച്ച് ചെറിയ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബർഗർ എനിക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് തോന്നി. നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ബർഗർ ആവില്ലേ കിട്ടുക, ബിക്കോസ് അപ്പോൾ ഷെഫ് മാറും. പിന്നെ ഞാൻ കഴിച്ചത് അവിടുത്തെ ഒരു ഷെയ്ക്കാണ്. ഷെയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാഡോ, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റാണ് അവക്കാഡോ. ആ ഒരു ഷെയ്ക്കാണ്. ഇതും കമ്പാരിറ്റീവ്ലി വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ടേസ്റ്റ് വൈസും ആണെങ്കിലും. മൊത്തത്തിൽ റേറ്റും അതേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. പിന്നെ എനിക്ക് അവർ സ്പെഷ്യലായ ബബിൾ ഗം ഷേക്ക് തന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ശരിക്കും ആ ബബിൾ ഗമ്മിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റും അതുപോലെ അതിൻ്റെ ഒരു സ്മെല്ലും ഓവറോൾ ശരിക്കും ബബിൾ ഗം കഴിക്കുന്ന ഫീലല്ല, ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ ഒരു ഷേക്കും. രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതുപോലെ തന്നെ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഷേക്ക് തന്നെയായിരുന്നു ഇവിടുത്തെ ബബിൾ ഗം. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യലായിട്ടാണ് ഐസ്ക്രീം റോൾ ഐസ്ക്രീം. ഇവിടെ പുട്ട് ഐസ്ക്രീംസൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നു. ഇവിടെ റീ ഓപ്പണിംഗ് ആയിട്ട് സംബന്ധിച്ച് ഇവിടെ പുതിയ മെനു ഒക്കെ വരും. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞങ്ങളിപ്പോൾ ഒരു റോൾ ഐസ്ക്രീമാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റും ഓക്കെ ആയിരുന്നു. ഓൾറെഡി എനിക്ക് ഐസ്ക്രീംസൊന്നും അധികം ഇഷ്ടമല്ല. തണുത്ത ഐറ്റംസൊന്നും ഒരുപാട് ഞാൻ കഴിക്കാറില്ല. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തണുത്തതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് മൺഡേ, അതായത് 20th നവംബറിലാണ് ഇവരുടെ റീ ഓപ്പണിങ് വരുന്നത്. അതിനുശേഷം നിങ്ങളൊക്കെ പോയിട്ട് ഇവരുടെ മെനു ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ ബബിൾ ഗം ഷേക്ക് അത് വേറെ എവിടെയും കിട്ടാത്തൊരു ഐറ്റമാണ്. ഞങ്ങളുടെ ഇവിടെ നിന്ന് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. കൊടുങ്ങല്ലൂരുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. ഷോപ്പിൽ പോയി കഴിച്ച അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.